കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് UDF തൂക്കിയതിൽ ഒരുപാട് പേർക്ക് വ്യക്തമായ പങ്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ട മുൻകൈ എടുത്തിട്ടുള്ളത് KC വേണുഗോപാൽ. അത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൽ, ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ കൃത്യമായി കൈകടത്തിയിട്ടുള്ള, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആദ്യഘട്ടത്തിൽ തന്നെ തമ്മിലടിക്കരുത് എന്ന് ഇടപെട്ടിട്ടുള്ള ആളാണ് KC വേണുഗോപാൽ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്കറിയാം, ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കണ്ടൊരു ചോദ്യം, അല്ലെങ്കിൽ തദ്ദേശമായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് പോലും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മറ്റു മാധ്യമങ്ങളും മറ്റു മുന്നണികളും ഉയർത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസിലെ സംസാര വിഷയം ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ പോലും ഇല്ലാത്ത പ്രശ്നം പടച്ചുവിടുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. അതിനെ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇനി ഇത്തവണ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല, തിരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് അത് ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശം വന്നപ്പോൾ അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനോട് അനുഭവമുള്ള പല മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ പല സൈബർ ഹാൻഡിലുകളും. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന് പിന്നിലെ പ്രവർത്തിച്ച ആ ഒരു കറുത്ത കൈകൾ എന്നൊക്കെ പറയുന്നത് KC വേണുഗോപാലിന്റെ ഒരു ബുദ്ധി തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ല. പിന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, നമ്മുടെ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെ എല്ലാത്തിനെയും മറച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രം മുന്നിൽ നിർത്താൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തിയ സമയത്തൊക്കെ തന്നെയും എന്തൊക്കെ സംഭവിച്ചാലും സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നും മറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് KC മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ആ ഒരു ഏകോപനം, ആ ഒരു പ്രവർത്തനവും തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ വിജയിപ്പിക്കാനായിട്ട് പ്രധാന ഘടകമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം എന്ന് പറയുന്നത് KC വേണുഗോപാൽ ആദ്യത്തെ യുഗത്തിൽ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനൊക്കെ മുന്നേ തന്നെ ആദ്യത്തെ യുഗത്തിൽ തന്നെ പറഞ്ഞു, സ്ഥാനാർത്ഥി നിർണയത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ മേളിൽ നിന്നുള്ള ഇടപെടലുകൾ ഒന്നും തന്നെ വേണ്ട. അത് വാർഡ് തലത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകണം. അവരുടെ വാർഡിൽ ആർക്കാണ് വിജയസാധ്യത, ആർക്കാണ് വ്യക്തിപ്രഭാവം എന്നറിയുന്നത് അവർക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിൽ ആരും കൈ കടത്തരുതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതിൽ വേറെ ഗ്രൂപ്പിസം ഒന്നും വേണ്ട, നമ്മൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു, അത് വാർഡ് തലത്തിലുള്ള തീരുമാനമായിരിക്കണം. അവിടെയാണ് വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പൊതുവെ വ്യക്തികളോടുള്ള അനുഭവം കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു പദ്ധതി. എത്രയൊക്കെ രാഷ്ട്രീയം നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയൊക്കെ പാർട്ടി നോക്കുന്നു എന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തി സ്ഥാനാർത്ഥി ആരാണോ അവരെ നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, ജനങ്ങൾക്കിടയിൽ പിന്തുണയുള്ള, ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള, ഇത്രയും നാൾ ജനങ്ങൾക്ക് പേര് പറഞ്ഞാലെങ്കിലും അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ നിർത്തണമെങ്കിൽ അത് വാർഡ് തലത്തിൽ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം വലിയ വലിയ രാഷ്ട്രീയ കളികൾ നിർത്തുമ്പോഴും ജനങ്ങൾക്കിടയിൽ അറിയാൻ പറ്റാത്തൊരു വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നതെങ്കിൽ അവിടെ വിജയ സാധ്യത തീർച്ചയായും അനിശ്ചിതത്വത്തിലാകുമെന്നുള്ളത് KC വേണുഗോപാലിനെ പോലെ അത്രത്തോളം രാഷ്ട്രീയ പാഠവുമുള്ള ഒരു നേതാവിന് കൃത്യമായി അറിയാമെന്നുള്ളതാണ്. അതിനപ്പുറം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥികളെയും നമുക്കറിയാം, ഈ സസ്പെൻസ് സ്ഥാനാർത്ഥികളായിട്ട് പുറത്തുവിട്ടിട്ടുള്ള, അല്ലെങ്കിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളായിട്ട് പുറത്തുവിട്ടിട്ടുള്ള പലരും ജനങ്ങൾക്കിടയിൽ അറിയുന്ന, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ മുൻ MLA ആയിരുന്ന, തദ്ദേശത്തിൽ ഒരിക്കലും മത്സരിക്കില്ല, ഇവരൊന്നും തദ്ദേശത്തിൽ വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന കുറെ ആളുകളെയാണ് തദ്ദേശത്തിൽ UDF സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ശബരിമല വിഷയം വന്നപ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ KC വേണുഗോപാൽ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. സ്ത്രീകൾ, യുവാക്കൾ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുതുമുഖങ്ങൾ, അതെ, പുതുമുഖങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിനൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയും കൂടെ അണിനിരത്തിയപ്പോൾ ആ കോറം ഫില്ലായി എന്നുള്ളതാണ്. അപ്പൊ അനിലക്കര വരുന്നു, ശബരിനാഥൻ വരുന്നു. ശബരിനാഥൻ വന്നതിന്റെ ഇൻഫ്ലുവൻസ് ചെറുതൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 10 നിന്ന് ഉയർത്തിയതുമെല്ലാം അത് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ വോട്ട് നിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വലിയൊരു മാറ്റവും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കാതിരുന്നു, അതായത് LDF മാത്രം വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞ പല വാർഡുകളിലും UDF വിജയിച്ചു കയറുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം അനിശ്ചിതത്വമായ മുട്ടട വാർഡിൽ പോലും വലിയൊരു വിജയം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഫലം ഇങ്ങനെ ലൈവിൽ കാണുമ്പോഴാണെങ്കിൽ പോലും ഒരു പകുതി വരെ, അല്ലെങ്കിൽ 1-2 മണിക്കൂർ വരെ മുട്ടടയിൽ പ്രത്യേകിച്ച് വൈഷ്ണയ്ക്ക് പ്രത്യേകിച്ച് അനുകൂലമായ ഒരു ഇതല്ല വന്നുകൊണ്ടിരുന്നത്, റിസൾട്ട് അല്ല വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് പെട്ടെന്ന് ഒരു ഉയർച്ചയായിരുന്നു നമ്മൾ കണ്ടതൊക്കെ. അപ്പം അത്തരത്തിലുള്ള നീക്കങ്ങൾ, ഇതിനെല്ലാം ഉപരി UDF-നെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ മനസ്സിലുള്ള, അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞു വെക്കുന്നത് പടലപ്പിണക്കങ്ങളും അല്ലെങ്കിൽ ഗ്രൂപ്പിസവും ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് തീരുമാനമെടുത്താലും അതിനെ എതിർക്കാൻ UDF-നകത്ത് തന്നെ ആളുകളുണ്ട്. ഒരു ടീം എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുക്കുന്ന തീരുമാനം മറ്റേ ഗ്രൂപ്പ് വന്ന് എതിർക്കുകയും അത് രണ്ടും എവിടെയും എത്താതെ പോകുന്ന രീതിയിലൊക്കെ ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു രീതി
കോൺഗ്രസ് പുറമേ കാണിച്ചുകൊണ്ട് ഉള്ളിൽ ഇവരെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഈ അടുത്ത വാർത്തകളിൽ നിറഞ്ഞു നിന്നതുപോലെ, ഓരോ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്ന സമയത്ത് മറ്റു പല സ്ഥാനാർത്ഥികളും ചെറിയ പിണക്കങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കാണിക്കുമ്പോഴും ഉള്ളിൽ അവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതും, അത് പക്ഷെ മാധ്യമങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാത്ത രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. അതൊക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ ഇനി നിയമസഭയിലും ഇത് തന്നെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കഴിഞ്ഞ മാസങ്ങളിലായി പുറത്തു വരുന്നു. പക്ഷെ അതിനുശേഷം പല വിവാദങ്ങളും വന്ന് ഇതങ്ങ് മൂടിപ്പോയി എന്ന് ജനം വിശ്വസിച്ചു എങ്കിൽ പോലും അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇൻജക്ട് ചെയ്യാൻ UDF-ന് സാധിച്ചിട്ടുണ്ട്. വേണുഗോപാല് ലോക്സഭയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേളയിലാണ് ലോക്സഭയിൽ പോലും ഇത് ഉന്നയിക്കുന്നത്. ലോക്സഭയിൽ അത് മലയാളത്തിന്റെ ശബ്ദമായ ഒരു വിഷയം ഉയർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം സാധാരണ ജനങ്ങളിലേക്കും എത്തിച്ചിരുന്നു. ഇനി വികസന പ്രവർത്തനം, ഇപ്പോ UDF-ന്റെ ഭരണം നിലനിർത്തിയിട്ടുള്ള വാർഡുകൾ, ഇപ്പോൾ ഇലക്ഷന് മുൻപ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് ഭരണത്തിലിരുന്ന സ്ഥലങ്ങളിൽ വികസന രേഖ അവതരിപ്പിക്കുന്നു. അവിടെ ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ കുറ്റപത്രം എന്നൊരു സാധനം ഇറക്കുകയാണ്. കൊച്ചി കോർപ്പറേഷന്റെ കുറ്റപത്രം എന്നൊരു പേപ്പർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കൊച്ചിയിൽ കൊച്ചി കോർപ്പറേഷനിലെ LDF അധികാരത്തിലിരിക്കുമ്പോൾ എന്തൊക്കെയാണ് അപാകതകൾ സംഭവിച്ചത് എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു പേപ്പർ എന്റെ കയ്യിൽ വരികയാണ്. കൃത്യമായി ഒരു ഡബിൾ ഷീറ്റ് പേപ്പറിൽ, ഒരു പേപ്പർ സൈസ്, ന്യൂസ് പേപ്പർ സൈസ് പേപ്പറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യർ മറന്നുപോയ കാര്യങ്ങൾ വരെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തരത്തിൽ. അല്ല, പൊതുജനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എന്താണ് ഇവർ ചെയ്യുന്നത്, അതിനോടാണ് കൂടുതൽ ഓർത്തു വെക്കാനും. വോട്ട് എന്ന് പറയുന്നത് അതിന് കൃത്യമായാണ് CPM ആ ഒരു ഇലക്ഷന് കുറച്ച് 1-2 മാസങ്ങൾക്ക് മുൻപ് ഈ ഒരു ക്ഷേമ പെൻഷൻ കൂട്ടുമ്പോൾ സ്വാഭാവികമായും പൊതുജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തന്ന സർക്കാരല്ലേ എന്തൊക്കെ വന്നാലും എന്നുള്ളൊരു ആ ഒരു തൊട്ട് മുന്നത്തെ ടേമിലും കണ്ടത്. 2015-20 ടേമില് 2020 കാലഘട്ടത്തില് കോവിഡ് വന്നു, അതിനെ ടാക്കിൾ ചെയ്തു എന്നുള്ള ഒരൊറ്റ പോയിന്റില് പിന്നെ ഭരണത്തിലേക്ക് വരുന്ന സർക്കാരിനെയാണ്. അതിനു മുൻപുണ്ടായിരുന്ന 4 കൊല്ലത്തെ കാര്യങ്ങൾ മറന്നു പോകാൻ വേണ്ടി ഒരു സാധനം ഇടുന്നു. അത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും അവർ ഉപയോഗിച്ചതും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഒരു പ്ലാൻഡ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ വികസന രേഖ, നിങ്ങളുടെ വാർഡിൽ ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി കൃത്യമായ വികസന രേഖ ആൾക്കാരിലേക്ക് എഴുതിയെത്തിക്കുക എന്ന് പറയുന്നത് അത്രയും കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിവാദങ്ങളെ സജീവമായി നിർത്താൻ സാധിച്ചു. ഇപ്പോ റോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വികസനങ്ങളിൽ സർക്കാർ മൗനം പാലിച്ചതും അതുപോലെ തന്നെ അഴിമതിക്ക് കൂട്ടുനിന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഇതെല്ലാം തന്നെയും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല മുതിർന്ന നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് പറഞ്ഞിരുന്നു, ഇതിലൊന്നും ഒരു നേതാവിന്റെയും ഒരു വിജയമായിട്ടോ അല്ലെങ്കിൽ ഒരു നേതാവിന്റെയും നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലും ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലറിയാം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി ഉപയോഗിച്ചത്. ഇത്രയും നാളും CPM-നെ കൊണ്ട് നമ്മൾ എന്താണോ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ സ്ട്രാറ്റജി, CPM-ന് അറിയാം എത്രയൊക്കെ വോട്ട് എവിടേക്ക് കിട്ടും എന്നുള്ളത് CPM-ന് അറിയാം, പക്ഷെ കോൺഗ്രസിന് അറിയില്ല എന്ന് പറഞ്ഞൊരു വിമർശനം കോൺഗ്രസിന് ഇത്രയും നാളുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അതിനെല്ലാം മാറ്റിക്കൊണ്ട് CPM വിജയിക്കാൻ ഉപയോഗിച്ച തന്ത്രം കടമെടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. UDF-ന്റെ കാര്യത്തിൽ ആ ഒരു ചേർത്ത് പിടിക്കൽ, പുറമേ കാണിക്കുന്ന കോൺഗ്രസിന്റെ സ്വതസിദ്ധമായ സ്വഭാവങ്ങൾ പുറമേ കാണിച്ചുകൊണ്ട് ഉള്ളിൽ CPM-ന് എങ്ങനെയാണോ ഐക്യമുള്ളത് അതുപോലെ ഒരു ഐക്യം കോൺഗ്രസിനകത്ത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് UDF അധികാരത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ CPM-നും CPI-ക്കും, അതായത് LDF-ന് പിഴച്ചു പോയിട്ടുള്ളത്. CPM ആ ഒരു ഐക്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള ഓവർ കോൺഫിഡൻസോട് കൂടി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊന്നും നടത്താതെ തോന്നിയ പോലെ പോയപ്പോ ഇവിടെ ആരും അറിയാതെ കൃത്യമായി പല നേതാക്കന്മാരുടെയും, ഇപ്പൊ നമുക്കറിയാം ജില്ലകൾ തിരിച്ചുകൊണ്ട് പല നേതാക്കന്മാരുടെ, ഇപ്പം മുരളീധരനെ പോലെ അല്ലെങ്കിൽ VD സതീശനെ പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഓരോ നേതാക്കന്മാരെയും മുൻനിർത്തിക്കൊണ്ട് ജില്ല തിരിച്ചുകൊണ്ട് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ പ്രത്യക്ഷമായ മറ്റു നേതാവിനേക്കാൾ ഒരുപടി മുന്നിൽ എത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹമെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അവലോകന യോഗങ്ങളിലെല്ലാം ഈ മുതിർന്ന നേതാക്കൾ നേരിട്ട് പങ്കെടുത്തിരുന്നു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുതിർന്ന നേതാവ് പങ്കെടുക്കുക എന്നുള്ളപ്പോ ജനത്തിനും അതുപോലെ തന്നെ പ്രവർത്തകർക്കും നൽകുന്ന ഊർജ്ജം ചെറുതൊന്നും അല്ല എന്നുള്ളതാണ്. അതൊരു വലിയ ഫാക്ടർ ആയിരുന്നു. വൈഷ്ണയുടെ വിഷയം വരുമ്പോൾ കൃത്യമായിട്ട് KC ഇടപെടുന്നുണ്ട്. അതിൽ വ്യക്തമായുള്ള അദ്ദേഹത്തിന്റെ നിലപാട് അറിയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്,
ദേശീയ തലത്തിൽ വോട്ട് ചോരി നടത്തിയത് BJP ആണെങ്കിൽ അത് കേരളത്തിൽ BJPയുടെ മുഖമായ CPM ആണ് അതിവിടെ നടക്കുന്നതെന്ന്. ആ വാക്കുകളൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതൊന്നും അല്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, CJP. ഇപ്പൊ CPMന്റെയും BJPയുടെയും കൂട്ടുകെട്ട്, അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ആ കൂട്ടുകെട്ടിനെ തുറന്നു കാട്ടുന്നുണ്ട് അദ്ദേഹം. കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പാക്കാൻ BJPയെക്കാളും അതിന് ഫ്യൂവൽ ചെയ്യുന്ന CPM അതിന് ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യം പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പോലെ CPM SFI ഇറക്കി നമ്മുടെ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമെങ്കിൽ അടിയിൽ കൂടെ പടിയുന്നുണ്ട് എന്നുള്ള കൃത്യമായ സൂചന നൽകുന്നതാണ്. ഇതെല്ലാം തന്നെ ഈ ചെറുതും വലുതുമായ എല്ലാ ഇടപെടലുകളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്.